ന്യൂ ഇയർ ആയിട്ട് എന്തിനാണ് പരിപാടി? ന്യൂ ഇയർ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞില്ലാണ്. എന്തായാലും ന്യൂ ഇയർ ആണല്ലോ, അതുകൊണ്ട് പിന്നെ ചോദിച്ചെന്നേ ഉള്ളൂ. വാ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും എടുത്തല്ലേ? ഒരു റെസൊല്യൂഷനും എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. അതെന്ത്? എന്തായാലും ഒരു റെസൊല്യൂഷൻ നടക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് റെസൊല്യൂഷൻ വെറുതെ എടുക്കണത്? അതുകൊണ്ട് ഞാൻ എടുത്തില്ല. വേറെ എന്തൊരു എന്തൊരു ചോദിക്കും. പിന്നെ വേറെ എന്തൊരു പരിപാടി? വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ വിജയുടെ ജനനായകൻ റിലീസാണ്, തിയേറ്ററിൽ തന്നെ കാണണം. റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോയ പോലെ, അത് പൈസ കളയണം. എല്ലാരും വേറെ സിനിമയുടെ റീമേക്ക് എന്നൊക്കെയാണ് പറയണം, അതുകൊണ്ട് പിന്നെ പറഞ്ഞെന്നേ ഉള്ളൂ. ഇല്ലല്ലേ, ഈ സിനിമ കാണാൻ പോയി എനിക്ക് ഒരാളുടെ റിവ്യൂവിന്റെ ആവശ്യമില്ല. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണും. അതെന്ത്? നിനക്ക് തിയേറ്ററിൽ പോയിട്ട് വിജയുടെ ടൈറ്റിൽ കണ്ട് തലപതി വിജയ് എന്ന് വിളിച്ച് വിസിലടിക്കാനും, വിജയുടെ ഡാൻസും അഭിനയവും പാട്ടും കണ്ട് എൻജോയ് ചെയ്യാനും, വിജയുടെ ടൈറ്റിൽ ഇത് കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് വിജയ് ഫാൻസുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ അവസാനത്തെ അവസരം ഓഡിയോ ലോഞ്ചിൽ വിജയ് പറഞ്ഞൊരു കാര്യമാണ്, കടൈസി പടം. അതായത് വിജയുടെ അവസാനത്തെ സിനിമ. ഓരോ വർഷവും വിജയ് ഫാൻസുകാർക്ക് വിജയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്ന വർഷങ്ങളുണ്ട്. ഇനി അങ്ങനെ ഒരു വർഷം ഇല്ല എന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ മിസ്സിങ്. നമ്മുടെ നാട്ടിൽ കുറെ പുതിയ നടന്മാരുണ്ട്, കുറെ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എത്ര കഴിവുള്ളവർ വന്നാലും വിജയ് ഉണ്ടാക്കിയ ഒരു ഓളം അതാർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് വിജയ് തന്നെ വേണം. ഞാൻ കൊച്ചിലോട്ടെ കണ്ടു വളർന്ന എൻ്റെ ഹീറോ അടങ്ങി. അതുകൊണ്ട് ഈ സിനിമ ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കണ്ടിരിക്കും. സിനിമയുടെ കഥ എന്താ, റിവ്യൂ എന്താ, പാട്ടെന്താ, അതൊന്നുമല്ല. ഈ സിനിമ വിജയുടെ സിനിമയാണ്, വിജയുടെ ലാസ്റ്റ് സിനിമയാണ്. ഞാൻ വീട്ടിൽ പോകാം, ടിക്കറ്റ് ഉണ്ടാകാൻ നോക്കാം. ശരി. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇനിയും കൂടെ ചേർത്ത് ബുക്ക് ചെയ്ത് പൈസ അക്കൗണ്ടിലേക്ക്.